ജോസേ, ഈ T20 ഒരു പരാജയം, അതായത് ഈ രാജവെമ്പാലയും മൂർഖനും ഒക്കെ കടിക്കാൻ വരുമ്പോൾ പേടിക്കാതെ അതിനെതിരെ പൊരുത്തിയിട്ട് അവസാനം നീർക്കോലി കടിച്ച് മരിച്ച അവസ്ഥയാണ് ഇന്ത്യൻ T20 ടീമിലുണ്ടായിരിക്കുന്നത്. അതായത് അയർലൻഡിനോട് പരമ്പര കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു പരമ്പരയും തോക്കാതെ അത്രയും വിജയത്തിൽ മുന്നോട്ട് വന്നൊരു 1-ാം നമ്പർ ടീം, അതായത് ലോകകപ്പും ജയിച്ച ടീം തുടർച്ചയായിട്ട് 2023 വെസ്റ്റ് ഇൻഡീസിനോടാണ് അവസാനമായിട്ടൊരു പരമ്പര പരാജയപ്പെട്ടത്. അത് മാത്രമല്ല തുടർച്ചയായ ലോകകപ്പ് ജയിച്ച ടീം, 2 ലോകകപ്പ് ജയിച്ച അതെ T20 ലോകകപ്പ് ജയിച്ച ടീം 1-ാം നമ്പർ ടീം അയർലൻഡിൽ പോയി അയർലൻഡിനോട് തോറ്റിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്താണ് ജോസിന് തോന്നുന്നത്? CID മൂസ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, തോക്ക് എടുത്തോ പക്ഷെ വെടിവെക്കരുത് എന്ന് പറഞ്ഞൊരു ഫേമസ് ഡയലോഗ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ത്യൻ ടീമിലെ ചില താരങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ എന്തിനാണ് ഇവർ ഇപ്പോൾ സ്ക്വാഡിലുള്ളത് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. അയർലൻഡ് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടീമിനെ പ്രഖ്യാപിക്കുമ്പം തൊട്ട് പിന്നീട് നമ്മളെല്ലാവരും ആരും ഒരു അട്ടിമറി അയർലൻഡ് സംഭവിക്കുന്നു, അയർലൻഡ് ഇന്ത്യയെ തൂത്തെറിയുന്നു ഒന്നും ആരും കരുതുന്നില്ല. അയർലൻഡുകാർ പോലും കരുതിയിട്ടില്ല, അവർ തന്നെ കരുതില്ല. കാരണം ലോകം 1-ാം നമ്പർ ടീമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതുവരെ ഉള്ള എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തി 2 ലോകകപ്പ് ഡിഫെൻഡ് ചെയ്ത ടീം. ഇങ്ങനെയൊക്കെ നോക്കിയാൽ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് നിൽക്കുന്ന ടീം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഞാനൊരു സ്ക്വാഡ് വായിക്കാം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, ശിവം ദുബെ, അക്സർ പട്ടേൽ, ഹർഷിത് റാന, ഹർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ. ഇന്ത്യയുടെ അയർലൻഡിലുള്ള ആദ്യ മത്സരത്തിൽ ഇറങ്ങിയ താരങ്ങളാണ് ഈ ലിസ്റ്റിനകത്തുള്ളത്. ഈ ലിസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നു. സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞതുപോലെ നമ്മൾ പിക്നിക്കിന് ഇവരെ കൊണ്ടുപോയതാണോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഡ് സെലക്ഷൻ. ഇവിടെ ഒരു പ്രോപ്പറായിട്ട് ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ്റെ കുറവ് നമുക്കുണ്ട്. ശ്രേയസ് അയ്യർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വിദേശ സാഹചര്യങ്ങളിൽ ടീമൊന്ന് പുറകോട്ട് വലിയുമ്പോൾ ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു താരത്തിൻ്റെ കുറവ്, ടെക്നിക്കൽ ബാറ്ററുടെ കുറവ് ഉണ്ട്. ഓൾറൗണ്ടർമാരെ കുത്തി നിറച്ചൊരു ടീം. വാഷിംഗ്ടൺ സുന്ദർ, ശിവം ദുബെ, അക്സർ പട്ടേൽ 3 താരങ്ങളാണ്. ഇതിൽ ശിവം ദുബെയെ സംബന്ധിച്ച് അദ്ദേഹം 2 കളിയിലും ഭേദപ്പെട്ട രീതിയിലുള്ള ബോളിംഗ് പ്രകടനം ഉണ്ടായിരുന്നു, ബാറ്റും കുഴപ്പമില്ലാതെ ചെയ്തു. പക്ഷേ ഈ ബാക്കി താരങ്ങൾ അക്സർ പട്ടേലാണേലും സുന്ദറാണേലും തീർത്തും അക്സർ പട്ടേൽ ഇന്നലെ ഔട്ടായ പന്ത്, അതായത് എനിക്ക് തോന്നുന്നു സ്ലിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ലിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സ്ലിപ്പില്ല. പക്ഷേ തേർഡ് മാനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈസി ആയിട്ട് വെറുതെ കീപ്പറുടെ കയ്യിൽ പോകുമെന്നുള്ള അന്നേരം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അത് ആ ഗ്യാപ്പിലൂടെ ബൗണ്ടറി കടക്കും എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. വളരെ ഈസി ആയിട്ടൊരു കീപ്പർ ക്യാച്ചിലേക്ക് പോകുന്ന രീതിയിൽ, അതുപോലെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഔട്ടാവുന്ന ഇഷാൻ കിഷൻ ഔട്ടായി. അതിനകത്ത് അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഒരുമാതിരി സംഭ്രമത്തിൽ കളിക്കുന്നത് പോലെയായിരുന്നു. ഒരു സീരിയസ്നെസ് ഇല്ലാതെ, ഒരു എന്താ പറയുക, ഒരു ഡോമിനൻസ് ഇല്ലാതെ, 1-ാം നമ്പർ ടീം ഒരു ആത്മവിശ്വാസമില്ലാതെ ചുമ്മാ കളിക്കുന്ന പോലെയുള്ള, അതായത് ഇനി എതിരാളിയെ വില കുറച്ച് കണ്ടതിൻ്റെ ആണോ എന്നറിയില്ല. എതിരാളിയെ വില കുറച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ താരങ്ങളുടെ ഒക്കെ മനോഭാവത്തിൽ ഒരു ലേസിനെസ് നേരത്തെ അത് കൃത്യമായിട്ട് പ്രകടമായിരുന്നു, യാതൊരു തർക്കവുമില്ല. നമ്മൾ ഇതേ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പലതവണ നമ്മൾ ഇന്ത്യൻ ടീമിനെ പുകഴ്ത്തി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ആ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞ ചില താരങ്ങളുടെ പേര് ഈ മത്സരത്തിന് ശേഷം അവരുടെ പേര് എന്താ പറയുക ഒന്നുകൂടെ ഉയർന്ന സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യകുമാർ യാദവ്. ഇന്നത്തെ ദിവസം അതിന് വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് 2024 T20 ലോകകപ്പ് ഇന്ത്യ വിജയിച്ച ദിവസമാണ്. സൂര്യകുമാർ യാദവിന്റെ ആ നിർണായക ക്യാച്ച്, അത് 2007 ശേഷം വീണ്ടും ആദ്യമായിട്ട് അത് നമ്മൾ ഒത്തിരി കാത്തിരുന്ന ICC ട്രോഫി നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ്. സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ T20 ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു. താരത്തിൻ്റെ ക്യാപ്റ്റൻസിയിലെ പ്രകടനം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും പുറത്താക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിന് അദ്ദേഹം സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കി പകരം ശ്രേയസ് അയ്യരെ ടീമിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അത് ശരിക്കും ഒരു അർഹമായ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച്. അറ്റ്ലീസ്റ്റ് അതിന് അദ്ദേഹത്തിന് 1-2 അവസരങ്ങൾ കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഫോം നിലനിർത്താനും അത് കണ്ടെത്താനും ഒക്കെ അദ്ദേഹത്തോട് ഒരു മാന്യത BCCI കാണിച്ചില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
സൂര്യകുമാർ യാദവിനോട് അത് ചർച്ച ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ താരത്തിന് അർഹിച്ച ഒരു പരിഗണന കൊടുത്തിട്ട് മാത്രമല്ല ടീമിൽ നിന്ന് ഔട്ടായി. എന്ത് ചെയ്തിട്ട് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് അതായത് ചോദിക്കും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് തട്ടിക്കളഞ്ഞത്? കാരണം ഇത്രയും ഒരു പരമ്പര പോലും തോറ്റിട്ടില്ല. അങ്ങനെ ഒരു താരത്തെ എന്തിനാണ് മാറ്റിയതെന്ന് നമുക്കറിയില്ല. അത് സൂര്യകുമാർ യാദവിൻ്റെ കാര്യത്തിൽ. പിന്നെ മലയാളികൾക്ക് അത്ര താല്പര്യം ഇല്ലാത്തൊരു പേര് ഗില്ല്. ടെക്നിക്കൽ വൈസ് ആഫ്റ്റർ വിരാട് കോഹ്ലി ഇത്രയും സൗണ്ടായിട്ടൊരു ബാറ്റ്സ്മാൻ നിലവിൽ ഇന്ത്യൻ ടീമിൽ ഇല്ല. ആ താരത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനം നടക്കുമ്പോൾ ആ താരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നലത്തെ മത്സരം കഴിഞ്ഞപ്പോൾ ആളുകൾ വീണ്ടും പറയുകയാണ്. ഗില്ല് തീർച്ചയായിട്ടും ഗില്ലിനെ പോലെ ഒരു താരം ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ കളിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഈ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ തോന്നുകയാണ്. കാരണം നമ്മുടെ പല ബാറ്റ്സ്മാൻമാരും ഈവൻ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സഞ്ജു സാംസൺ ഈ 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കണ്ടു. എന്തുകൊണ്ടാണ് സ്ഥിരതയില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം പിന്നെ 5 മാച്ച് കളിക്കില്ല, പിന്നെ ഒരു മാച്ച് കളിക്കും, പിന്നെ 5, ഇങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അന്ന് 5-8 മാച്ച് കളിക്കാതെ അദ്ദേഹം കളിക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയ മാച്ച് ലോകകപ്പിലെ മാച്ചുകളായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. 2026 T20 ലോകകപ്പിൽ പറയാൻ കഴിയുള്ളൂ. അതിനുശേഷം IPL നമ്മൾ കണ്ടു, അതിന് 2 സെഞ്ചുറിയൊക്കെ അടിച്ചു. പക്ഷേ ആ IPL സീസണിൽ പോലും അദ്ദേഹത്തിന് സ്ഥിരതയോടെ കളിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പല മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ താളം നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിനോടൊപ്പം ഓപ്പൺ ചെയ്ത അഭിഷേക് ശർമ്മ ആദ്യ മത്സരത്തിൽ കളിച്ചു, ഇന്നലെ അദ്ദേഹം നിരാശപ്പെടുത്തി. ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിൽ കളിച്ചില്ല, അദ്ദേഹവും നിരാശപ്പെടുത്തുന്നു. ശ്രേയസ് അയ്യർ IPL തുടക്കമൊക്കെ കളിച്ചത് കണ്ടിട്ട് നമ്മൾ തന്നെ പറഞ്ഞു, ഈ ശ്രേയസ് അയ്യർ എന്തൊരു പോക്കാണ്, BCCIക്ക് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. പക്ഷേ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് ശ്രേയസ് അയ്യർ വളരെ പേടിച്ച് കളിക്കുന്ന ഒരു ശ്രേയസ് അയ്യരെയാണ് കാണുന്നത്. ഒരു ആത്മവിശ്വാസം ഇല്ലാതെ കളിക്കുന്ന ഒരു ശ്രേയസ്. ഇങ്ങനെ പെട്ടെന്ന് ഫോർമാറ്റ് മാറിപ്പോയെന്ന് നമുക്ക് തോന്നുന്നു. ഏകദിന ക്യാപ്റ്റൻസിയുടെ എന്താണെന്ന് അറിയില്ല. തിലക് വർമ്മയെ കുറിച്ച് കുറച്ചധികം നാളുകളായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം ഒരു ടെസ്റ്റ് ഫോർമാറ്റ് പ്ലെയർ കളിക്കുന്ന പോലെ വളരെ സമയമെടുത്ത് ക്രീസിൽ ഉറച്ചു നിന്നൊക്കെയാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ശൈലിയും ഇന്ത്യൻ ടീമിനെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അദ്ദേഹം 1-2 കളിയിൽ അദ്ദേഹം വേഗത കൂട്ടിയ ഇന്നിങ്സ് കളിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ നിലവിൽ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് രീതി അതാണ്. ഒരു സന്തുലിതമല്ല ടീം, അതാണെന്ന് തോന്നുന്നു. ടീം സന്തുലിതമല്ല. നമ്മളിപ്പോൾ ഈ വായിച്ച പേരുകളൊക്കെയാണ് ഈ ആദ്യ മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ശേഷം വാഷിംഗ്ടൺ സുന്ദർ, അദ്ദേഹം 12 പന്തിൽ 9 റൺസാണ് ആദ്യ മത്സരത്തിൽ നേടി. ഇന്നലെ അദ്ദേഹം ടീമിലുണ്ടായിരുന്നില്ല. അദ്ദേഹം മത്സരത്തിൽ എറിഞ്ഞത് 1 ഓവറാണ്. അതും ഇന്നിങ്സിൻ്റെ 15-16 ഓവറിൽ 19 റൺസ് വഴങ്ങി. എന്തിനാണ് വാഷിംഗ്ടൺ സുന്ദറിനെ അത്രയും വൈകി പന്ത് ഏൽപ്പിക്കുന്നത്? അദ്ദേഹം രവിചന്ദ്രൻ അശ്വിനെ പോലെയോ രവീന്ദ്ര ജഡേജയെ പോലെയോ ബോളിങ്ങിൽ ഒത്തിരി പ്രതിഭ തെളിയിച്ച ഒരു താരമല്ല. ആ താരത്തിനെ കുറച്ചുകൂടി മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നു. ഇത് അയർലൻഡിൻ്റെ കയ്യിലോട്ട് ഇന്ന പിടിച്ചോ കളി എന്ന് പറയുന്നവന് വെച്ച് കൊടുത്തതായി അദ്ദേഹത്തിൻ്റെ ഓവർ. സുന്ദറിനെ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ ഈ ഇന്ത്യയിലൊക്കെ നടക്കുന്ന മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കുക, എന്നിട്ട് വിദേശത്ത് അദ്ദേഹത്തെ പോയി പരീക്ഷണങ്ങൾക്ക് ഒരുക്കുക. ഇതാ താരത്തിനും പരീക്ഷണമാണ്. അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെ സൂര്യവംശിയെ പരീക്ഷിച്ചു വെള്ളം കൊണ്ടുപോയെന്നൊക്കെയാണ് ട്രോളുകൾ വരിക. പക്ഷേ ഈ വൈഭവ് സൂര്യവംശിയുടെ കേസിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അദ്ദേഹത്തിനെ പരിഗണിക്കാത്തതിൻ്റെ കാര്യം പറഞ്ഞത് 2026 T20 ലോകകപ്പ് ജയിച്ചതിന് ശേഷം ഇന്ത്യ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റാണ്. അതിനുശേഷം IPL ആയിരുന്നു നടന്നത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയൊക്കെ തന്നെയാണ് ടീമിൽ ചാൻസ് ഡിസർവ് ചെയ്ത യാതൊരു സംശയവുമില്ല. വൈഭവ് സൂര്യവംശി ഈ ടൂർണമെൻറ്റ് ഉണ്ടായെങ്കിലും ഈ ടൂർണമെൻറ്റിൻ്റെ ബലം മറ്റൊന്നാകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബേസിക്കലി ടൂർണമെൻറ്റ് നടന്ന അയർലൻഡിൽ പേസ് ഫ്രണ്ട്ലി ട്രാക്കിൽ എങ്ങനെ കളിക്കണം എന്നുള്ളത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന നിരീക്ഷണങ്ങൾക്ക് കറക്റ്റാണ് അല്ലേ? പലരും പറയുന്നതും എഴുതുന്നതും ഒക്കെ കറക്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ അതായത് ടെക്നിക്കലി സൗണ്ടായ ഒരു ബാറ്റർ ഇന്ത്യൻ നിരയിലില്ല. ആദ്യം അടിച്ച് തകർത്ത് ഓക്കെ ആയി. അതിനപ്പുറത്ത് പിന്നെ അതിന്റെ വാല് പിടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി തകർന്നാൽ പിന്നെ അത് കപ്പൽ നേരെയാക്കാൻ ഒരു നല്ല ഒരാൾ കപ്പിത്താനില്ല. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അതായത് KL രാഹുലിനെ പോലെയോ അല്ലെങ്കിൽ ഗില്ലിനെ പോലെയോ ഇനി ഇൻ കേസ് രജത് പാട്ടീദാറിനെ പോലെയോ അല്ലെങ്കിൽ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ബാറ്റർ എല്ലാവരും അടിച്ച് തകർക്കൽക്കാരാണ്. അതായത് സഞ്ജു സാംസൺ പുറത്തായ തൊട്ടു പിന്നാലെ തന്നെ അഭിഷേക് പുറത്താകുന്നത് അയാൾക്കത് നമ്മൾ അനുവദിച്ചു കൊടുത്തേക്കാണ്. കാര്യം അങ്ങനെയാണ്. അഭിഷേക് ശർമ്മയെ നമ്മൾ വൈഭവിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇഷാൻ കിഷനും അങ്ങനെ ഒരു ടെക്നിക്കൽ ബാറ്റർ എന്നുള്ള നിലയിലേക്ക് വരുന്നില്ല. അദ്ദേഹവും
അടിച്ച് ഇതാണ് ഈ പറഞ്ഞ ഉള്ളത്. ഒരു സാധ്യതയുള്ളത് ശ്രേയസ് അയ്യരും തിലക് വർമ്മയൊക്കെ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ട താരമാണ്. കാരണം അവസരങ്ങൾ കിട്ടിയില്ല എന്ന് പറയത്തില്ല ഇപ്പൊ. അതെ, തിലക് വർമ്മ ഇന്നലെ തന്നെ ആ രീതിയിൽ കളിച്ചു വന്നു. അതിനുശേഷം ഒരു പന്ത് 6 അടിച്ചു, തൊട്ടടുത്ത പന്തും അങ്ങനെ തന്നെ നോക്കേണ്ട കാര്യം. അത് എങ്ങോട്ട് പോയാലും അടിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്ന കാര്യമുണ്ടെന്ന് അറിയില്ല, അവിടെ നിൽക്കുന്നവർക്കാണ് അത് അറിയാവുന്നത്. എങ്കിൽ പോലും നമ്മൾ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാനാണ്. ശരി. പക്ഷേ ഈ പിന്നെ വാലറ്റത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കരുത്തില്ലായ്മ ആദ്യം മുതലേ തന്നെ പറയണം. കാര്യം ശ്രേയസ് കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ബാറ്റർ ആരാണ്? ശിവൻ ദുബെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ ശിവൻ ദുബെ 1-2 ഓവർ കൊണ്ട് കളി മാറ്റും. പക്ഷേ മാറ്റുന്നുള്ളത് അതെ, അവസാനം വരെ നിന്ന് കളി ജയിപ്പിക്കുമെന്ന് ശിവൻ ദുബെ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും ഇല്ല. പിന്നെ ആരാണുള്ളത്? ആരുമില്ല. നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഹർഷിത് റാനയാണ്. അതെ, ഹർഷിത് റാനെ തീർച്ചയായിട്ടും നമ്മൾ ഒരു പരിക്കിന് ശേഷം വരുന്നു. അതെ, ബോളും ചെയ്തു, ബാറ്റും ചെയ്തു. ഇന്നലെ ഹർഷിത് റാന കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ജയിച്ചാനെ. കാരണം ഹർഷിത് റാന തീർച്ചയായിട്ടും അദ്ദേഹം ബാറ്റിംഗിൽ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ട്. അത് മാത്രമല്ല ഒരു ഡോമിനൻസ് ഉണ്ട്. അതായത് ഇവൻ എറിഞ്ഞാൽ അടി കിട്ടുമെന്ന് ബൗളർമാർക്ക് തോന്നുന്ന ഘട്ടത്തിലേക്ക് എത്തി. കാര്യം പിന്നെ കണ്ണും പൂട്ടി അടിച്ച് പിന്നെ പറമ്പ് കടത്താൻ നിൽക്കുന്ന ഒരാളുടെ അടുത്തൊക്കെ എറിയാൻ പേടി കാണും. അതെ. പക്ഷെ ഹർഷിത് റാണ ചെയ്ത പോലെ ആത്മവിശ്വാസത്തോടെ ഒരു ബാറ്റർ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരം ഇന്നലെ ജയിച്ചാൽ പോലും ഒരു ജയമല്ല. കാര്യം അയർലൻഡിനെതിരെ പരമ്പര കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ്? വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. ഈ ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ടിലേക്കും പോകുന്നത് അല്ലേ? ഈ ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ ഈ അയർലൻഡ് എന്ന ടീമിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലെ? നമ്മൾ 2011 ഏകദിന ലോകകപ്പ് അതിന് മുമ്പ് അയർലൻഡിന്റെ പല അട്ടിമറികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ടീമിൽ കളിച്ച കെവിൻ ഒബ്രയനെ പോലുള്ള താരങ്ങളും ഇവരെ ഒരുപാട് മിടുക്കരായിട്ടുള്ളതാണ്. പിന്നെ ശേഷം അയർലൻഡ് ക്രിക്കറ്റ് നമ്മൾ അത്രത്തോളം അങ്ങനെ പേര് കേട്ട വിജയങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു ടീമിനെതിരെ അവർ കളിച്ച കളി, അവരുടെ താരങ്ങളുടെ ആ ഒരു സ്പിരിറ്റ്, ഞങ്ങൾക്ക് ഫീൽഡിങ് ഫസ്റ്റ് കളി ജയിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ലോക ചാമ്പ്യന്മാരെ ഒരു സീരീസ് അവർക്കെതിരെ സ്വന്തമാക്കാൻ കിട്ടിയ അവസരമാണ്, ഞങ്ങൾ ആ അവസരം മുതലാക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രചോദനം തന്നെയാണ്. കാര്യം അവരുടെ ക്രിക്കറ്റിന് അല്ലെങ്കിൽ അവരുടെ താരങ്ങൾക്ക്, വളർന്നു വരുന്ന താരങ്ങൾക്കൊക്കെ ഈ ഇന്ത്യക്കെതിരെ വിജയം എന്ന് പറയുന്നത്, അതായത് ലോക 1-ാം നമ്പർ ടീമിനെ 16 പരമ്പരയായി തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് അവരുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം, വളർന്നു വരുന്ന അവരുടെ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രചോദനം. തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് നമുക്ക് അവരെ ഇന്ത്യ അഭിനന്ദിക്കണം. നമുക്കൊരിക്കലും പറയാനും പറ്റത്തില്ല ഇന്ത്യയുടെ ബി സ്ക്വാഡാണ്, സി സ്ക്വാഡാണെന്ന് പറയത്തില്ല. പ്രധാന താരങ്ങൾ ബോളർമാരിൽ ചിലരൊന്നും ഇല്ലായിരുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഒത്തിരി പ്രമുഖരടങ്ങിയ ഒരു ബൗളർമാർ വലിയ കുഴപ്പമില്ലാതെ എറിയുകയും ചെയ്തു. ആദ്യത്തെ മത്സരത്തിൽ എറിഞ്ഞു പ്രസീദ് കൃഷ്ണ. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ഡിബേറ്റുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ്. ഇന്നലെ അദ്ദേഹം കളിച്ചില്ല, അതുകൊണ്ട് തന്നെ അവർ 154 ഒതുങ്ങി. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നോക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ സഞ്ജു സാംസന്റെ ഒരു ചേട്ടനോ അനിയനോ അത് ഏതാണെന്നുള്ളതാണ്. അതായത് ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ പോയി തല്ല് വാങ്ങി കൂട്ടുക, ചില ദിവസങ്ങളിൽ അതിമാരകമായ രീതിയിൽ ഈ പ്രസിദ്ധ് കൃഷ്ണ ആണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പന്തറിയുക. അതും നല്ല സ്പീഡുണ്ട്. നല്ല സ്പീഡ് കൊണ്ട് ആ ദിവസം അദ്ദേഹത്തിന് തൊടാൻ പറ്റില്ല. അങ്ങനെ ഒരു ബോളറാണ് പ്രസിദ്ധ് കൃഷ്ണ. അപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയെ കുറിച്ചുള്ള ഡിബേറ്റിൽ ഇടയ്ക്ക് മുൻ താരങ്ങളൊക്കെ പറയുന്നത് പ്രസിദ്ധ് കൃഷ്ണ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് നമുക്കൊരു സ്ഥിര ഓപ്ഷനായിട്ട് പരിഗണിക്കാൻ പാടില്ല. നിലവിലെ ഫോമിൽ T20 നമ്മുടെ IPL അടക്കം അതിമനോഹരമായിട്ട് കളിച്ച ഭുവനേശ്വർ കുമാറിനെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിലേക്ക് മടക്കി വിളിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. 36 വയസ്സുണ്ട് ഭുവനേശ്വർ കുമാറിന്. പക്ഷേ IPL തുടർച്ചയായിട്ട് 2 സീസണിലാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഭുവനേശ്വർ കുമാറാണ്. ആ താരത്തെ ടീമിലേക്ക് കൊണ്ടുവരണം. എക്സ്പീരിയൻസ് ഭയങ്കര കാര്യമാണ്. പറഞ്ഞാലും മിഡിൽ ഓർഡറിൽ ഒരു സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ബാറ്റർ ആവശ്യമാണ്. അതിന് T20 ആണെങ്കിലും അതെ ഏതാണെങ്കിലും. ഏകദിനത്തിൽ പിന്നെ ഉണ്ട്, പക്ഷേ T20യിലും നമ്മൾ T20 എല്ലാവരും കൂടെ കിടന്നങ്ങ് അടിച്ചാൽ മതി എന്നുള്ള ചിന്ത അല്ലാതെ മാറ്റി നിർത്തിയിട്ട് തീർച്ചയായിട്ടും സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു മിടുക്കനായിട്ടുള്ള ഒരു ബാറ്റർ, ഒരു ടെക്നിക്കൽ സൗണ്ട് ബാറ്റർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. അതിൽ യാതൊരു സംശയവും. അത് ഗില്ല് വേണോ രാഹുൽ വേണോ എന്നുള്ളതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തോൽവി നമുക്കൊരു പാഠമാണ്. നാണം കെട്ട തോൽവിയാണ്. യാതൊരു സംശയമില്ല.